ഡോക്ടർമാരെ സ്ഥലം മാറ്റിയിരുന്നു. DMO പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം അവർ ചെയ്യണമല്ലോ, എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പം അവരെ കണ്ടു. അവരെ കണ്ടപ്പോൾ പറഞ്ഞ മറുപടി, ഈ ട്രാൻസ്ഫർ ഒന്നും അതുമായി ബന്ധപ്പെട്ടതല്ല. ഈ ജനറൽ ആശുപത്രി മാറ്റുന്ന ഒരു നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും പത്രം കൂടെ ഞങ്ങൾ കാണുന്നത് പിന്നെ ഇത് മാറ്റാൻ പോകുന്നു. അത് താനൂർക്ക് പറയാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ മിനിസ്റ്ററാണ്, താനൂർ മിനിസ്റ്ററാണ്. അപ്പോൾ മിനിസ്റ്റർക്ക് നല്ല സ്വാധീനം ഉണ്ടാവും. മാറ്റുമെന്നൊരു ആശങ്ക. ജനറൽ ആശുപത്രിൻ്റെ ഗുണം ഇപ്പം ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്, അത്രയധികം ആയിരക്കണക്കിന് ആൾ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് മാറ്റരുത് എന്ന ഗവൺമെൻറ്റിൻ്റെ ആ നിലപാട് തന്നെ നിൽക്കണം, മാറ്റരുത് എന്ന് പറയാനാണ് ഞങ്ങൾ നിങ്ങളടുത്ത് വന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് DMO കാണാൻ ഈ സംഗതികളും പറയും. അതാണ് ഈ സംഗതി. അതെന്തൊരു ഓൺലൈൻ മീറ്റിംഗ് മാറ്റിച്ചു എന്ന് പറഞ്ഞു. ശരിയാണോ അല്ലേ? ഇന്നലെ സാറ് പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു ഓർഡർ ഇറങ്ങിയെന്നുള്ളത് അറിയുന്നത്. എനിക്ക് ഇവിടെ ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഏത് ഓർഡർ? ഇപ്പൊ ഇങ്ങനെ മാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്റെ ഓഫീസിലേക്ക് അത് വന്നിട്ടില്ല, മെഡിക്കൽ കോളേജിലാണ്. അപ്പോഴാണ് ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അതല്ലാതെ എനിക്ക് ഒഫീഷ്യലായിട്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു, അതിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയണം എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഞാൻ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ അതല്ലാതെ ഇതിനെ കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജാണോ അവിടെ വേണ്ടത്, ഹോസ്പിറ്റലാണോ എന്നുള്ളതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ ജനപ്രതിനിധികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മളുടെ ഇതിന് നമ്മൾക്ക് ഇതിൽ വേണ്ടതിനെ പറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയേ പറയാനേ കഴിയുള്ളൂ. മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലെ സ്റ്റാഫിനെ വെച്ചിട്ടാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് പോയാൽ നമുക്ക് മെഡിക്കൽ കോളേജ് നടക്കില്ല. ഇതാണ് നമുക്കറിയാവുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഏതായാലും ഇതിൻ്റെ ചർച്ചകൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല സാർ. അത് തുടങ്ങുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ളത് പറയാം. മാറ്റിവെച്ചു അതായത് മെഡിക്കൽ കോളേജ് തന്നെ പ്രവർത്തിക്കുന്നത് ജനറൽ ആശുപത്രി ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പോ ഇവിടെ നിയമസഭക്കകത്തും പുറത്തും ഇപ്പൊ മാഡം തന്നെ എത്ര പ്രാവശ്യം ജില്ലാ വികസന സമിതിയിൽ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ വികസന സമിതിയിൽ വളരെ ബേണിംഗ് ഇഷ്യൂ ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അവിടെ ഇനി സമരമുഖത്ത് ഇറങ്ങാൻ ഇനി ആരാ ബാക്കിയുള്ളത്? ജനം മുഴുവൻ ഇതിനെതിരാണ്. അവിടുത്തെ ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണത്. അപ്പം ഞാനും പറഞ്ഞത് എന്ത് ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾ റെപ്രസെന്റ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ലെവലിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളാണ് പറയേണ്ടത്. വിഷയങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞാൽ മതി. നിങ്ങൾ ഉദ്യോഗസ്ഥ ലെവലിൽ വിളിക്കുന്ന മീറ്റിങ്ങുകൾ ഞങ്ങൾ വിളിച്ചിട്ടില്ല. അതിന് കുഴപ്പമില്ല, അവർക്ക് അധികാരമുണ്ടല്ലോ, അത് ചെയ്തോട്ടെ. ഇപ്പോൾ ജില്ലയുടെ മന്ത്രിയാണ് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ. നമ്മുടെ മലപ്പുറം ജില്ലയുടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് താനൂര് വേണമെങ്കിൽ ഏത് നിലക്കുള്ള ആശുപത്രി ഉണ്ടായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് മഞ്ചേരിയിൽ നിന്ന് ഇവിടുത്തെ ജനറൽ ആശുപത്രി മാറ്റിക്കൊണ്ട് അവിടെ താനൂര് സ്ഥാപിക്കാൻ നടക്കാൻ പോകാത്ത കാര്യമാണ്. എന്ത് വില കൊടുത്തും അതിനെ എതിർക്കും. അപ്പൊ അതൊന്നുകൂടി ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർമാരും UDFന്റെ നേതാക്കന്മാരും ഞങ്ങളെ ജനപ്രതിനിധികളാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല. ഇതിന്റെ ഒരു ഗൗരവം നിങ്ങൾ ഡിസ്കഷനിൽ DMO എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇത് അതോറിറ്റി ഇവിടുത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഈ ഒരു ഞങ്ങളുടെ ഒരു വികാരം, അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം, അതൊരു ഒരു ജില്ലയിലെ മാത്രമല്ല തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് വരെ ജനറൽ ആശുപത്രിക്ക് ആൾക്കാർ വരികയാണ്. എന്തെല്ലാം സമരങ്ങൾ അവിടെ നടത്തി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പിന്നെ വികാരം നിങ്ങളെ ഉദ്യോഗസ്ഥ ലെവലിൽ മീറ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പറയണം. മന്ത്രിയും മറ്റ് ഗവൺമെന്റിനെയും ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ നിയമസഭാ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ജില്ലയിലെ മുഴുവൻ UDF MLA ഒപ്പിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ ജില്ലയിലെ മുഴുവൻ MLA ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ MLA ഞങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി പോയി കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിന്. അപ്പൊ അന്നൊന്നും ഈ കാര്യത്തെ സംബന്ധിച്ചിട്ട് മറിച്ചുറയപ്പോ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ അവിടെ ഞങ്ങൾ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരൊക്കെ വെറുതെ ഇരിക്കുകയാണ്, അവർക്ക് യാതൊരു പണിയില്ല. അതുകൊണ്ട് എന്തിനാണ് അവിടെ ഇങ്ങനത്തെ ഒരു ജനറൽ ആശുപത്രി എന്നുള്ള തരത്തിൽ ഈ കൊടുത്ത കത്തിൽ വരെ അത് പരാമർശിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇത് അവിടെ വന്നപ്പോൾ ആ കത്തിൽ ആ പരാമർശം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ DMOന് അറിയാലോ, സൂപ്രണ്ടിന് അറിയാലോ, അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാലോ നിങ്ങളെ. അപ്പം ഞാൻ പറഞ്ഞത് വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളും അസത്യമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥ ലോബി അല്ലെങ്കിൽ DHSനെ മിനിസ്റ്ററെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ തരത്തിലുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. ശക്തമായുള്ള പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സമ്മതിക്കുക